അവർ ചെയ്ത പ്രവൃത്തിയുടെ പ്രശ്നത്തിൻ്റെ പേരിൽ നിരപരാധിയായ ഒരു സ്ഥാപന ഉടമയാണ് നഷ്ടം സഹിച്ചത്. ചെയ്യാത്ത ഒരു പെണ്ണിൽ നിന്നാണ് ഇത് ഉണ്ടായെങ്കിലും നമുക്ക് ഒരു മര്യാദയുണ്ട്. ഇത് മര്യാദ വിട്ടുള്ള കാര്യമാണ്. ഈ പെണ്ണ് വേറൊരാളെ പ്രേമിച്ചു എന്ന് അറിഞ്ഞു യവന് സഹിക്കാൻ പറ്റില്ല. അവിടെ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതാണ് സ്ഥാപനത്തിനകത്ത് എന്നും അറിയുന്നത്. വളരെയധികം ദാരുണം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഒരു 1.5 കോടിക്ക് മുകളിൽ രൂപയുടെ ഇൻവെസ്റ്റ്മെന്റാണ് നഷ്ടപ്പെട്ടു പോയത്. ഒരു കാമുകനും കാമുകിയും കൂടെ ഒപ്പിച്ച പണിയെ ചില്ലറ പണിയൊന്നും അല്ല ഇവർ ഒപ്പിച്ചത്. സംഭവം നടന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കട എന്ന സ്ഥലത്താണ്. സംഭവത്തിന്റെ രത്നം ചുരുക്കം ഇങ്ങനെയാണ്. രാവിലെ ദൈവത്തേക്ക് വിളിച്ച് പ്രസ്സുടമ പ്രസ് തുറന്നു. അപ്പോഴാണ് അപ്രതീക്ഷിതമായിട്ട് കയ്യിൽ പെട്രോൾ കുപ്പിയുമായിട്ട് ഒരു യുവാവ് അവിടേക്ക് ചാടി കയറിയത്. അയാളുടെ ലക്ഷ്യം മറ്റൊന്നുമല്ല, അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടിയെ കൊല്ലുക. ഇത് മാത്രമായിരുന്നു ലക്ഷ്യം. അയാൾ ആ പെൺകുട്ടിയുടെ മേൽ പെട്രോൾ ഒഴിച്ചു, കൂടെ തൻ്റെ മേൽ. പിന്നെ കയ്യിൽ കരുതിയിരിക്കുന്ന ആ തീപ്പെട്ടി ഒരൊറ്റ ഉരസലായിരുന്നു. ഭൂം എന്ന ശബ്ദത്തോടെ ഒരൊറ്റ ആന്തലായിരുന്നു. പെൺകുട്ടി ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഒരുപാട് പരിക്കേറ്റു, എങ്കിലും രക്ഷപ്പെട്ടു. പക്ഷേ പൂർണ്ണമായും കത്തി അമർന്നത് ബിനു എന്ന 45-കാരനായിരുന്നു. ഇതിന്റെ മറ്റൊരു വിരോധാഭാസം എന്താണെന്ന് വെച്ചാൽ, ഈ 45-കാരനും ഈ പെൺകുട്ടിയും തമ്മിൽ വളരെ വർഷങ്ങളായിട്ട് പ്രേമത്തിലായിരുന്നു. രണ്ടുപേരും വിവാഹിതരാണ് എന്നുള്ളതാണ് മറ്റൊരു വിരോധാഭാസം. ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കേണ്ടി വന്നത് ആ പ്രസ്തുടമയാണ്. അയാൾക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് ഈ ദുരന്തത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്. ഇന്നലെ സംഭവിച്ചത്, ഞാൻ റോഡ് നിൽക്കുമ്പോൾ ഇങ്ങനെ ഒരു കെട്ടിടത്തിൽ ഇങ്ങനെ പുക ഉയർന്നതാണ് നമ്മൾ കണ്ടത്. പുക ഉയരുന്ന സമയത്ത് ഞാനും നമ്മുടെ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് ശ്രീ ബിനുവും കൂടെ പെട്ടെന്ന് അവിടെ ഓടിച്ചെല്ലുകയും അവിടുത്തെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ പൊട്ടിച്ച് നമ്മൾ തീ കെടുത്താനുള്ള ശ്രമമാണ് നടന്നത്. പിന്നീടാണ് അറിയുന്നത് അവിടെ ഒരു ആത്മഹത്യ ആണ് നടന്നതെന്നും ഒരാൾ മണ്ണെണ്ണയും പെട്രോളുമായിട്ട് ചെന്ന് അവിടെ തീ കൊളുത്തി ആത്മഹത്യ ചെയ്തതാണ് സ്ഥാപനത്തിനകത്ത് എന്നും അറിയുന്നത്. വളരെയധികം ദാരുണം എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാര്യമെന്ന് പറഞ്ഞാൽ ഒരു 1.5 കോടിക്ക് മുകളിൽ രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് നഷ്ടപ്പെട്ടു പോയത്. അദ്ദേഹത്തിൻ്റെ മുഴുവൻ പ്രിൻറ്റിങ് സാമഗ്രികളും അത് ഉപയോഗശൂന്യമായ നിലയ്ക്കാണ് ഉള്ളത്. അദ്ദേഹത്തിന് വളരെയധികം നഷ്ടം സംഭവിച്ചു. എന്തായാലും ഒരു ദാരുണമായ അത്യധികം ദുഃഖം രേഖപ്പെടുത്തേണ്ട ഒരു മരണമാണ് അതിനകത്ത് നടന്നത്. ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കാൻ പാടില്ല. വ്യാപാര മേഖല മുഴുവൻ സ്തംഭനം നിൽക്കുന്ന ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള ഒരു പ്രവൃത്തി അദ്ദേഹം ചെയ്തത് ആരുടെ ഭാഗത്ത് നിന്നാലും ഇത്തരത്തിലൊന്നും ഉണ്ടാകാൻ പാടില്ല എന്നാണ് സംഘടനയുടെ നേതൃത്വത്തിൽ നിൽക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്. ഒരാൾ കുരുതംകോട്ട് താമസിക്കുന്ന പെണ്ണ് ശ്രീ, ആ വനിത, അവർക്ക് 2 മക്കളുണ്ട്, ഭർത്താവുമുണ്ട്. ഒരാൾ കരിപ്പൂര്, നെടുമങ്ങാട് കരിപ്പൂര് താമസിക്കുന്ന പയ്യൻ, അവനും 2 മക്കളുമുണ്ട്, ഭാര്യയുമുണ്ട്. ഇവർ തമ്മിൽ കുറേ കാലങ്ങളായി ഭയങ്കര പ്രേമമായിരുന്നു. എന്താണ് സംഭവിച്ചത് നമുക്കറിയാൻ പറ്റില്ല. അത് അവരുടെ കാര്യമാണോ നമുക്ക് ഒന്നും വ്യക്തമായിട്ട് പറയാൻ പറ്റില്ല. എന്തായാലും പ്രേമം മൂത്ത് അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് കുറച്ച് ദിവസത്തിന് മുമ്പേ ഈ പെണ്ണ് വേറൊരാളെ പ്രേമിച്ചു എന്ന് അറിഞ്ഞു യവന് സഹിക്കാൻ പറ്റില്ല. യവൻ ഓടി വന്ന് അതിനകത്ത് കയറുകയും പെട്ടെന്ന് ഗ്ലാസ് തുറന്ന് അകത്ത് കയറിയതിന് ശേഷം ഗ്ലാസ് അടച്ചിട്ട് പെട്രോൾ ഒഴിക്കുകയാണ് ചെയ്തത്. പെട്രോൾ ഒഴിച്ച് തീപ്പെട്ടി കത്തിച്ച് നീയും മരിക്കുന്നു ഞാനും മരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് മാത്രമേ അവിടെ നിൽക്കുന്നവർ പറഞ്ഞ് നമുക്കറിയാവൂ. ബാക്കി കാര്യം നമുക്കറിയാൻ പറ്റില്ല. എന്തായിരുന്നാലും പെട്ടെന്ന് ജീവൻ വേണമെന്നുള്ള രീതിയിൽ അവിടെ ജോലി ചെയ്യുന്ന ഒരു പയ്യനും ഈ പെണ്ണും വെളിയിൽ ചാടി. ഈ പെണ്ണിന് കുറച്ച് മാത്രം തലമുടിയും കൈയുടെ ഭാഗം മാത്രമാണ് പൊള്ളലേറ്റത്. പക്ഷേ പയ്യൻ അവിടെ നിന്ന് കരിഞ്ഞു. ഇതാണ് സംഭവം. പെൺകുട്ടിയെ പെണ്ണിനെയും കൂടെ രണ്ടുപേരും അങ്ങനെയാണല്ലോ. രണ്ടുപേരും ആത്മഹത്യ ചെയ്യാൻ വേണ്ടിയാണ്. രണ്ടുപേരെ ഈ പെണ്ണിനെയും കൊന്ന് യവനും മരിക്കണമെന്നുള്ള രീതിയിലാണ് വന്നതായിട്ടാണ് നമ്മൾ അറിഞ്ഞത്. പിന്നെ അതിൻ്റെ സത്യാവസ്ഥ ദൈവത്തിന് അറിയാം, അവർക്ക് അറിയാൻ പറ്റുള്ളൂ, നമുക്ക് കൂടുതൽ അറിയാൻ പറ്റില്ല. വിവരം കിട്ടുന്നത് വളരെ മോശപ്പെട്ട പ്രവൃത്തിയായിപ്പോയി. കാരണം അല്ലാതെ വിവാഹം ചെയ്യാത്ത ഒരുത്തനാണ് ഇങ്ങനെ സംഭവിച്ചെങ്കിൽ, വിവാഹം ചെയ്യാത്ത ഒരു പെണ്ണിൽ നിന്നാണ് ഇത് ഉണ്ടായെങ്കിലും നമുക്ക് ഒരു മര്യാദയുണ്ട്. ഇത് മര്യാദ വിട്ടുള്ള കാര്യമാണ്. ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നാട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വളരെ മോശമായ ഒരു രീതിയായിപ്പോയി. സംഘടനയ്ക്ക് സഹിക്കാൻ പറ്റുന്ന പ്രശ്നമല്ല. കോടിക്കണക്കിന് രൂപയുടെ നഷ്ടം വരുന്ന ഒരു സ്ഥാപനത്തിന് ഇനി ഇതിൻ്റെ നഷ്ടം ആര് നികത്തും? അതാണ് പ്രശ്നം. ചെയ്തവരങ്ങ് പോയി കഴിഞ്ഞു. ഈ നഷ്ടം ഇനി അവരെ നികത്താൻ പറ്റുമോ, അത് ഈ സ്ഥാപനം ഇനി ഇവിടെ മതിയാക്കുമെന്നൊന്നും നമുക്കറിയാൻ പറ്റില്ല. അങ്ങനെ ആകെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. ഇവനെ സ്നേഹിക്കുന്ന കൂട്ടത്തിൽ വേറൊരു ആളെ സ്നേഹിച്ചു, അതിന്റെ പേരിലാണോ ആത്മഹത്യ? അതിൻ്റെ പേരിലാണ്. യവന് സഹിക്കാൻ പറ്റില്ല.
പഴയ ആളുകൾ പറയും പോലെ കട്ട സ്പ്രേയായി പോയിട്ടുണ്ട്. അവർക്ക് അവർ ചെയ്ത പ്രവൃത്തിയുടെ പ്രശ്നത്തിൻ്റെ പേരിൽ നിരപരാധിയായ ഒരു സ്ഥാപന ഉടമയാണ് നഷ്ടം സഹിച്ചത്. പക്ഷെ സഹിക്കാൻ പറ്റില്ല. അതിനി അദ്ദേഹം മിക്കവാറും കട അടച്ചിട്ട് തന്നെ പോകും. അദ്ദേഹത്തിന് നല്ല ലോണൊക്കെ എടുത്തായിരിക്കും ഓരോ സ്ഥാപനങ്ങൾ നടത്തുന്നത്. ലോൺ പോലും ചിലപ്പോൾ അടയ്ക്കാൻ സാധിക്കില്ല. എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാൻ ഒക്കില്ല. ആ ഉടമസ്ഥന് യഥാർത്ഥം പറഞ്ഞെങ്കിൽ മാനസികമായിട്ട് ഭയങ്കര പ്രയാസം. അദ്ദേഹം നല്ല നിൽക്കുന്നുണ്ടപ്പോൾ തന്നെ നമ്മളിത് തളർന്നു പോയി. ആകെ തളർന്നു നിൽക്കുകയായിരുന്നു ആ മനുഷ്യൻ. ഒരു തെറ്റും ചെയ്യാത്ത ആ മനുഷ്യൻ തളർന്നു നിന്ന് ഞാൻ എന്ത് ചെയ്യണമെന്നാണ് അയാൾ ചോദിക്കണം. നമുക്കെന്തൊരു മറുപടി പറയാൻ പറ്റും? ഇനി ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ ഇനിയിപ്പോൾ അടുത്ത് ചെയ്യാൻ പോകുമെന്ന് വിചാരിച്ചാൽ നമ്മളെ മീറ്റിങ്ങിൽ ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറയാൻ പോവുകയാണ്. നിങ്ങൾ ജീവിതം നിലനിർത്തിക്കൊണ്ട് പോകത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയില്ലെന്നുണ്ടെങ്കിൽ നമ്മളെ സംഘടന പോകുന്ന മാത്രമല്ല, നിങ്ങളുടെ ജീവിതങ്ങൾ തകർന്നു പോകും, സ്ഥാപനങ്ങൾ തകർന്നു പോകും. അത് വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നല്ലൊരു ക്ലാസ് എടുക്കും. ഇനി അടുത്തൊരു മീറ്റിംഗ് വെച്ചിട്ട് ഈ ക്ലാസ് എടുക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഉടമയുടെ ഭാഗത്ത് നല്ലല്ലോ തെറ്റുണ്ടായത്, അറിയാത്തതാണല്ലോ. ക്ലാസ് എടുത്തിട്ടും ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാനൊക്കില്ല. ക്ലാസ് എടുക്കാന്നുള്ളതേ ഉള്ളൂ, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാന്നുള്ള മാത്രമേ ഉള്ളൂ. നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ആരുടെ പറയാം, ഇതിൽ പലരും ഇതിപ്പോൾ വെളിയിൽ നിന്ന് വന്ന ഒരു പയ്യനില്ലേ, അവനിങ്ങനെ കാര്യങ്ങൾ അറിയേണ്ട കാര്യമില്ലല്ലോ. കടയിൽ ജോലിക്കുന്ന പെണ്ണിനെ സംബന്ധിച്ച് അവൾക്കും വലിയ കാര്യമില്ലല്ലോ. അവൾക്ക് ജോലിയാണ്, അതിൻ്റെ ശമ്പളം വാങ്ങിക്കുന്നു പോകുന്നുള്ളതൊക്കെ കഴിഞ്ഞ് കട ഉടമ നിരപരാധിയല്ലേ, അയാൾ എന്ത് ചെയ്യാനൊക്കും? അത് എന്ത് ചെയ്യാനൊക്കും? നമ്മളിപ്പോൾ ഓരോരുത്തരുടെയും പ്രവൃത്തികൾ ഇങ്ങനെ ആയിപ്പോയാൽ നമ്മുടെ സമൂഹത്തിനുണ്ടാകുന്ന ഏറ്റവും വലിയ ദോഷം. ഇതേപോലെ ഒരു സംഭവം കട്ടയ്ക്കോട്ട് നടന്നതായിട്ടാണ് നമ്മൾ അറിഞ്ഞത്. അത് ആ പെണ്ണ് ആത്മഹത്യ ചെയ്തതായിട്ടാണ്. നിങ്ങൾ അറിഞ്ഞോന്ന് അറിയാൻ പാടില്ല. കട്ടയ്ക്കോട്ട് കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സംഭവം നടക്കുമ്പോൾ സ്റ്റാഫ് വേറെ ആരും ഉണ്ടായിരുന്നില്ല? വേറെ സ്റ്റാഫ് ഉണ്ടായിരുന്നു, ഒരു പയ്യൻ ഉണ്ടായിരുന്നു. അവൻ ജീവനും കൊണ്ട് ചാടി. അതാണ് ഞാൻ പറഞ്ഞ ക്ലാസ് പൊട്ടിച്ച് ആ പയ്യനും ഈ പെണ്ണും കൂടെ ക്ലാസ് പൊട്ടിച്ചപ്പോൾ ഈ പെണ്ണും കൂടെ ചാടി. ക്ലാസ് എല്ലാം അവിടെ പൊട്ടി തകർന്ന് കിടക്കുകയായിരുന്നു. രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ആ ക്ലാസ് പൊട്ടിച്ചത്. ഇവർ രണ്ടുപേരും രക്ഷപ്പെടാൻ വേണ്ടി തന്നെ, ഇവർ രക്ഷപ്പെടാൻ വേണ്ടിയാണ് ക്ലാസ് പൊട്ടിച്ചത്, അല്ല ഒന്നിനുമല്ല. ഫയർഫോഴ്സ് വരുമ്പോഴത്തേക്കും മരിച്ചിരുന്നു. പിന്നെ അപ്പോഴും തന്നെ ആള് കരിഞ്ഞില്ലേ, അവിടെ മിച്ചം ഇരിക്കണം. അവിടെ എല്ലാം വരുന്നതിനുള്ളിൽ സംഭവം എല്ലാം തീർന്നില്ലേ. പോലീസിന്റെ കഴിവിന്റെ പരമാവധി അവരെല്ലാം ശ്രമിച്ചു. അവർക്ക് അതിലപ്പുറം ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓരോരുത്തരും ഇങ്ങനെ ആയപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? പിന്നെ ഒരു അഗ്നിബാധ അവിടെ ഉണ്ടായിട്ടുണ്ട് നേരത്തെ. ആ പോക്സോ കോടതിയിൽ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു അഗ്നിബാധ ഉണ്ടായി. ആരാണ് കത്തിച്ചെന്ന് ഇതുവരെയും കണ്ടുപിടിക്കാൻ പോലും സാധിച്ചിട്ടില്ല. അത് ആ കേസുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ആയിരിക്കുമെന്ന് വിശ്വസിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കണ്ടില്ലല്ലോ. ഇവിടെ ഈ തീ കത്തിക്കുന്ന രണ്ടാമത്തെ സംഭവമാണത്.